ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ പാരൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് സാർ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ്? ഞാൻ പറയാം, നമ്മൾ +1 +2 പഠിക്കുന്നതിനൊപ്പം തന്നെ അവർ ഫ്യൂച്ചറിൽ പോകാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റീസ്, നിങ്ങൾക്കറിയാം അവിടെ പോകണമെങ്കിൽ നമ്മൾ എൻട്രൻസ് എഴുതേണ്ടി വരും. ആ എൻട്രൻസിന് കൂടി ട്രെയിനിങ് കൊടുത്തുകൊണ്ട് സ്കൂൾ ക്ലാസ്സുകളെ കൊണ്ടുപോകുന്ന സ്ട്രീമിന് പറയുന്ന പേരാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ്. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് മേഖലകളിലേക്ക് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് അറിയാമോ? ഇപ്പോൾ ഒരു കുട്ടി നിങ്ങൾക്ക് അറിയാം നീറ്റ് പരീക്ഷ എഴുതണം, ഡോക്ടർ ആവണം എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടത് എന്താണ്? സ്കൂൾ എക്സാമിന് നല്ല മാർക്ക് വേണം. അപ്പോൾ ഏറ്റവും മികച്ച സ്കൂൾ ടീച്ചർമാരെ അവരെ പഠിപ്പിക്കണം, ടൈം ബൗണ്ടഡായി ക്ലാസ്സുകൾ തീർക്കണം. അതിനൊപ്പം തന്നെ ഇവർക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ട്രെയിനിങ് കിട്ടണം, MCQ. അപ്പോൾ നമ്മൾ സ്കൂൾ ക്ലാസ്സുകളുടെ തിയറി പഠിക്കുന്നതിനൊപ്പം തന്നെ MCQ ട്രെയിനിങ് കൂടെ കൊടുത്തു കൊണ്ടുപോകുന്ന ബാച്ചാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ്. അതുപോലെ തന്നെ ഈ വെക്കേഷൻ സമയത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ക്ലാസ് ഉണ്ടാവും. അപ്പം മറ്റുള്ള കുറേ കുട്ടികൾ അവരുടെ സ്കൂൾ എക്സാം കഴിഞ്ഞ് വെറുതെ നടക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ഇരുന്ന് പഠിക്കണം. മാത്രമല്ല ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി, ഒരു പക്ഷേ ഒക്ടോബറോട് കൂടി ഇവരുടെ +1 ടോപ്പിക്സ് ഫിനിഷ് ചെയ്യും. ദെൻ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയോട് കൂടി സെക്കൻഡ് ഇയർ ടോപ്പിക്സും നമ്മൾ ഒരു പരിധി വരെ ഫിനിഷ് ചെയ്യും. ദെൻ റിവിഷനാണ്. 1 കൊല്ലം നീണ്ടു നിൽക്കുന്ന റിവിഷനിലൂടെ JEE എക്സാമൊക്കെ നിങ്ങൾക്ക് അറിയാം, 2ാമത്തെ വർഷം ഡിസംബർ ആകുമ്പോഴേക്കേ നമ്മുടെ JEE എക്സാം വരും. അപ്പോൾ അത്തരത്തിലുള്ള എക്സാമുകൾക്ക് വേണ്ടി കുട്ടികളെ നേരത്തെ ഒരുക്കുന്ന പദ്ധതിയാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരും, മലപ്പുറത്ത് സാറേ ഇത് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസ് ഞാൻ പറയും, നിങ്ങൾക്ക് അറിയാമോ? അൽമാസ് ഹോസ്പിറ്റൽ ഗ്രൂപ്പ്, കബീർ ഡോക്ടറിനെ എല്ലാവർക്കും അറിയാലോ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വിഷനായിരുന്നു നല്ല ഡോക്ടേഴ്സിനെ മലപ്പുറം ജില്ലയ്ക്ക് മാത്രമല്ല കേരളത്തിന് മൊത്തം അല്ലെങ്കിൽ ഗ്ലോബലി ഏറ്റവും മികച്ച ഡോക്ടർമാരെ ഉണ്ടാക്കിയെടുക്കണം. അപ്പം അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത ഒരു അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ അൽമാസിൻ്റെ പേരിൽ തന്നെ അൽമാസ് അക്കാഡമി ഫോർ കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്ന് പറയുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റം സാർ തുടങ്ങി. അതിനുവേണ്ടി അക്കാഡമിക് സപ്പോർട്ട് കൊടുക്കുന്നത് വർഷങ്ങളോളം എൻട്രൻസ് മേഖലയിൽ പരിചയമുള്ള ഓഫ്ലൈനായി, നോട്ട് ഓൺലൈൻ, ഓഫ്ലൈനായി കുട്ടികളെ പഠിപ്പിച്ച് ആദ്യ ചാൻസിൽ എൻട്രൻസ് വാങ്ങിച്ചു കൊടുക്കുന്ന സഫയർ ഫ്യൂച്ചർ അക്കാഡമിയാണ് കൂടെയുള്ളത്. ഇവർ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ കേരളത്തിലെ 2 ജൈൻറ്റുകളാണ് ഒരുമിക്കുന്നത്. ആ സഫയറിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ് ഞാൻ. അപ്പോൾ ഞാനും പഠിപ്പിക്കും, ഞാനും ഒരു ഫിസിക്സ് അധ്യാപകനാണ്, ഞാനും കുട്ടികളെ പഠിപ്പിക്കും. അപ്പോൾ നമുക്ക് കുട്ടികൾ വളരെ ഫോക്കസ്ഡ് ആക്കി മാറ്റാം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, ട്രെൻഡ് എന്ന് പറയുമ്പോൾ എവിടെ നോക്കിയാലും ഡ്രഗ്സും അതുപോലെ തന്നെ അടിപിടിയും ഒക്കെ നടക്കുന്നു. അതിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ടുള്ളൊരു ക്യാമ്പസാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഹൈലി ഡിസിപ്ലിൻഡ് ആയി നിങ്ങളുടെ മനസ്സിൽ എന്ത് ആഗ്രഹമാണോ ഉള്ളത്, ആഗ്രഹം എന്ന് പറയുന്നത് പ്രൊഫഷണൽ ചോയ്സ് ആണോ ഉള്ളത്, ആ പ്രൊഫഷണൽ ചോയ്സിലേക്ക് നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ ഉറപ്പുള്ളൊരു സ്ഥാപനമാണ് അൽമാസ് അക്കാഡമി ഫോർ കോമ്പറ്റേറ്റീവ് എക്സാം ഇൻ അസോസിയേഷൻ വിത്ത് സഫയർ ഫ്യൂച്ചർ അക്കാഡമി. 200 സ്റ്റുഡൻസിനാണ് നമ്മൾ അഡ്മിഷൻ ഒരു വർഷം പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ സീറ്റുകൾ കഴിയാറായി തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കോട്ടക്കൽ, ചങ്കുവെട്ടി ഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കാൻ ഹോസ്റ്റൽ സൗകര്യത്തോടു കൂടി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അൽമാസ് ക്യാമ്പസുമായിട്ട് ബന്ധപ്പെട്ടോളൂ കേട്ടോ. താങ്ക്